ഹലോ ഹബീബുകളെ, നമുക്കിന്നൊരു മസാല ഷവായ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ചേരുവകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ചേരുവകളെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ 2 ചിക്കനിലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ 2 ചിക്കനും ഒരു ഫ്രോക്ക് ഉപയോഗിച്ചിട്ട് നന്നായി കുത്തിയെടുക്കണം. നന്നായി കുത്തി കഴിഞ്ഞാൽ നമുക്ക് മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായി ഇറങ്ങും. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള ഇറച്ചി ആയതുകൊണ്ട് കുത്തിയെങ്കിൽ തന്നെ മസാല ഉള്ളിലേക്ക് വരുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ആ ചേരുവകളുണ്ടല്ലോ, അതൊക്കെ നന്നായി ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് ജീരകവും ഗരം മസാലയും അതുപോലെ തൈരും ചേർത്താണ് കേട്ടോ അരച്ചെടുത്തത്. അരപ്പ് നന്നായി തന്നെ അരച്ചതിന് ശേഷം നമ്മൾ ചിക്കനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുക, ഉള്ളിലേക്കും ഒക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെ. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 ചെറുനാരങ്ങ കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഉപ്പിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർക്കണം കേട്ടോ. മസാല അരച്ചതിൽ തന്നെ ചേർത്ത് അരച്ചെടുത്താൽ മതി. അങ്ങനെ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു 3-4 മണിക്കൂർ ശരിക്കങ്ങ് റെസ്റ്റിന് വെക്കാം. ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു. നന്നായി മസാല അതിലേക്ക് പിടിച്ചോട്ടെ, എങ്കിലേ അതിന് ചിക്കൻ്റെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു കുക്കറിൽ പോകാത്തതുകൊണ്ട് കറക്റ്റ് ഒരു കുക്കറിൽ പാകത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 2 കുക്കറിലാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഗ്യാസൊക്കെ കത്തിച്ച് നമുക്ക് കുക്കർ അടുപ്പിലേക്ക് കയറ്റാം. നമുക്ക് നല്ല സ്ലിമ്മിൽ വെച്ചിട്ട് ഒരു അത്യാവശ്യം 2 വിസിലടിച്ചോട്ടെ. 2 അല്ല, ഞാൻ 3 വിസിലടിച്ചപ്പോഴാണ് അത്യാവശ്യം നന്നായി വെന്ത് വന്നത്. ശരിക്ക് വെന്ത് വരണം കേട്ടോ, എങ്കിലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് ഒരു പാനിലേക്ക് മാറ്റി വെക്കാം. ആ വെള്ളം ഒന്നും ചെയ്യേണ്ട, വെള്ളം അവിടെ തന്നെ നിന്നോട്ടെ. നമുക്ക് വീണ്ടും ആവശ്യമുള്ളതാണ് കേട്ടോ, മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ളതാണ് ആ വെള്ളം. അപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത ചിക്കന് എന്ത് ചെയ്യുക, ഒരു ഫ്രൈ പാനിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒന്ന് അതിൻ്റെ മേൽവശം ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ചിക്കൻ നല്ല വെന്തതാണ്, അതുകൊണ്ട് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ആ മസാല എന്ത് ചെയ്യുക, ഒന്നുകൂടി വറ്റിച്ചെടുക്കണം. അത് കുറച്ച് ലൂസുണ്ട്, അപ്പോൾ അതൊന്നുകൂടി തിളപ്പിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വറ്റി കിട്ടും. ആ വറ്റി കിട്ടിയ മസാല നമുക്ക് എന്ത് ചെയ്യാം, ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമുക്ക് ആഡ് ചെയ്യട്ടോ. അത് മസാലയിലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നല്ല വെന്ത ചിക്കൻ ആയതുകൊണ്ട് ആ മസാലയും കൂടി അതിലേക്ക് ചെല്ലുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ മസാല ചിക്കൻ ഉണ്ടാക്കാൻ, മസാല ഷവായ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ ഇന്ന് വീട്ടിൽ ചെറിയ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഗസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, ഉമ്മയും വീട്ടിലുള്ളവരെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയൊരു ഡെക്കറേഷൻ പണിയൊക്കെ എടുത്ത് അതങ്ങ് മിനുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊറാട്ടയും കൂട്ടി അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിലേക്ക് സൈഡായിട്ട് മയോണസും കെച്ചപ്പും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കട്ടൻ ചായയും കൂട്ടി രാത്രിത്തെ ഫുഡാണ് ഇന്നത്തെ ഡിന്നർ ഇതാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ കൊച്ചു വീഡിയോ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.